1926 കോട്ടയത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്ന് കലാരംഗത്തെത്തി പിൽക്കാലത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി 500ഓളം ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശ്രീ ജോസ് പ്രകാശ്. ഉപഹാര സമർപ്പണത്തിനായി മലയാള സിനിമയുടെ കാരണവരായ ശ്രീ ടി വാസുദേവൻ അവർകളെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രഗത്ഭ നടനായ മിസ്റ്റർ ജോസ് പ്രകാശിന് അമൃത ടി വിയുടെ പേരിൽ ഞാൻ ഈ പുരസ്കാരം നൽകുകയാണ്. പിന്നെ ഗ്ലാമറിൻ്റെ പിന്നാലെ ചാനലുകൾ പരക്കം പാഞ്ഞ് നടക്കുന്ന സമയത്ത് പ്രായം ചെന്ന നടീനടന്മാരെ ആദരിക്കാൻ സന്മനസ് കാണിച്ച അമൃത ടി വിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ പുതു പരിപാടികൾ ആവിഷ്കരിച്ച് മുൻനിരയിലെത്തിയ അമൃത ടി വി നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതേസമയം മിസ്റ്റർ ജോസ് പ്രകാശിന് സകലവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് അമൃത ടി വിയുടെ പേരിൽ നന്ദി, നമസ്കാരം. എന്താണ് ഈ സ്നേഹത്തിന് മറുപടിയായി അങ്ങേക്ക് പറയാനുള്ളത്? അമൃത ടെലിവിഷൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എങ്കിലും അത് സാധിച്ചതിന് ഈശ്വരന് നന്ദി പറയുന്നു. ആദ്യമായി തന്നെ മാതാ അമൃതാനന്ദമയ്യെ ഞാൻ മനസ്സാ സ്മരിച്ചുകൊള്ളുന്നു. എന്നെപ്പോലെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുന്നതിൽ അമൃത ടി വിയും മറ്റ് ചാനലുകളും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും പൊതുജനങ്ങളും സ്നേഹിതരും സുഹൃത്തുക്കളും കാണിക്കുന്ന ഈ ആവേശത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. മലയാള സിനിമയിൽ ഞങ്ങൾക്ക് കാരണവന്മാർ എന്ന് വിളിക്കാവുന്ന വളരെ കുറച്ച് പേരെ ഞങ്ങളോടൊപ്പമുള്ളൂ. ഞങ്ങളുടെ ഈ പ്രിയങ്കരനായ കാരണവരെ ഗുരുദക്ഷിണ നൽകി ആദരിക്കാനായി ഞങ്ങളുടെ യുവതലമുറയിലെ ശ്രദ്ധേയനായ നടൻ ശ്രീ ജയസൂര്യയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ.